നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ കൺസൾട്ടന്റ് എമർജൻസി ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എക്ടോപിക് പ്രഗ്നൻസി. അത് റപ്ചർ ആവുന്ന കണ്ടീഷൻ, റപ്ചേർഡ് എക്ടോപിക് പ്രഗ്നൻസി ഇതാണ്. ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ലേഡി പീരീഡ്സ് റെഗുലർ അല്ലാതെ PCOD ഉള്ള കണ്ടീഷനിലോ തൈറോയിഡിലോ ഉള്ള കണ്ടീഷനിലോ ഒക്കെ പീരീഡ്സ് കറക്റ്റായിട്ട് വരണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ പ്രഗ്നൻ്റ് ആയത് അവർ അറിയാത്തൊരു കണ്ടീഷനും ഉണ്ടാവാം. അതായത് ഒരു മാസം അല്ലെങ്കിൽ റെഗുലറായിട്ട് പീരീഡ്സ് വരുന്നവരിൽ പോലും ഇതും ഉണ്ടാകാം. റെഗുലറായിട്ട് പീരീഡ്സ് വരുന്നു, അടുത്ത മാസം പീരീഡ്സ് ഒരാഴ്ച കൊണ്ട് മാത്രം ഡേറ്റ് കഴിഞ്ഞിട്ടും വന്നില്ല, പിന്നീട് അമിതമായ രക്തസ്രാവം എന്നും പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യുന്ന നോർമൽ കേസുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ തിരിച്ചറിയുമെന്നുള്ളതാണ് നമ്മളുടെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സ്റ്റേജ്. അതായത് പേഷ്യൻറ്റിന് BP അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പേഷ്യൻറ്റ് നമ്മൾ ഹിസ്റ്ററി കൂടിയാണ് കൂടുതലും ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരുടെ ഡേറ്റ് റെഗുലർ ആണെന്നുണ്ടെങ്കിൽ, കറക്റ്റ് 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും UPT ചെയ്ത് പ്രഗ്നൻസി ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ചിലപ്പോൾ UPT പോസിറ്റീവ് ആയി വരുന്നതിന് മുമ്പ് തന്നെ ഇത് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ β-HCG എന്ന് പറയുന്ന യൂറിനിലും സെറത്തിലും ചെയ്ത് നോക്കാം. അങ്ങനെയും ടെസ്റ്റ് കൺഫേം ചെയ്യാം. അപ്പോൾ പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അമിതമായ രക്തസ്രാവം ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി ക്ഷീണം ഉണ്ടാകും, തലകറക്കം ഉണ്ടാകും, ഒരു കിതപ്പ്, അതൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് വിളർച്ച, അതായത് ട്യൂബ് പൊട്ടിയിട്ട്, അതായത് സാധാരണ നമുക്ക് ട്യൂബിനകത്ത് പ്രഗ്നൻസി നടക്കാറില്ല, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എപ്പോഴും യൂട്രസിനകത്താണ്. അങ്ങനെ യൂട്രസിലേക്ക് സഞ്ചരിച്ച് എത്താതെ ട്യൂബിനുള്ളിൽ തന്നെ ഇംപ്ലാന്റേഷൻ നടന്നിട്ട് അവിടെ വെച്ച് പ്രഗ്നൻസി തുടരുന്ന അവസ്ഥയാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് ഒരു 6 ആഴ്ച കൊണ്ട് വളരുമ്പോഴത്തേക്ക് ട്യൂബ് വീർക്കുന്നു, അത് പൊട്ടുന്നു. അതാണ് റപ്ചറായിട്ട് ഈ ബ്ലീഡിംഗ് ആയിട്ട് വയറിൽ കൂടിയോ യൂട്രസിൽ കൂടിയോ വരുന്നത്. അപ്പോൾ നമുക്ക് പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ടുണ്ടാവും, ബ്ലീഡിങ് നടക്കുന്നതുകൊണ്ട് വിളർച്ച വരും, ഹൃദയമിടിപ്പ് കൂടുതൽ വരും, BP കുറയും. അതുപോലെ പേഷ്യൻ്റ് കഠിനമായ വയറുവേദന, വയറ് പൊത്തിപ്പിടിച്ച് സഹിക്കാൻ വയ്യാത്ത വയറുവേദന എന്നും പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യും. നമ്മൾ ഇതൊരു എമർജൻസി ആയിട്ട് തന്നെ നമ്മളത് മനസ്സിലാക്കി എക്ടോപിക് പ്രഗ്നൻസി റപ്ചർ ആയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഗൈനക്കോളജിസ്റ്റിനെ ഉടൻ തന്നെ ഇൻഫോം ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞ പോലെ UPT ടെസ്റ്റ്, ബ്ലഡ് ഗ്രൂപ്പിംഗ് ചെയ്ത് ഹീമോഗ്ലോബിൻ്റെ അളവും നോക്കണം, സെറം β-HCG ലെവലും നോക്കണം. ഗൈനക്കോളജിസ്റ്റിനെ ഇൻ്റർവെൻഷൻ ചെയ്ത് സ്കാനിങ്ങും ചെയ്താൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പേഷ്യൻറ്റിനെ ലൈഫ് സേവ് ചെയ്യാവുന്നതാണ്.